ഇതാണ് നമ്മുടെ ഷവോമിയുടെ പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസർ 2 Pro. അപ്പോൾ നമുക്ക് പമ്പിന് വരായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. പമ്പാണിത്, ഇലക്ട്രിക് പമ്പാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. Nice packing. ഓ, ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. കുറേ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഒരു LED ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇത് എയർ വെന്റിലേഷൻ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് എനിക്കൊന്ന് മാനുവലാണെന്ന് തോന്നുന്നു. എൻ്റെ ഓക്കെ, മാനുവൽ കുറച്ച് കാർഡ്സ് ഉണ്ടോ. അതവിടെ വേറെ എന്താണുള്ളത്? ഒരു പൗച്ചുണ്ട്, ഒരു ചാർജിങ് കേബിളുണ്ട്, USB Type A to Type C പൗച്ച്. ഓക്കെ, നമുക്ക് ഈ പൗച്ചിനകത്തിട്ട് കാറിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എയർ പ്രഷർ കുറയുമ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വേറെ എന്താണുള്ളത്? കുറച്ച് വാൽവ്സ്. ഇത് വാൽവാണ്. ഇതിൻ്റെ ടിപ്പിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ സൈക്കിളിൻ്റെയൊക്കെ മോട്ടോർ സൈക്കിളും ബൈസൈക്കിളിനും ഒക്കെ എയർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ടറാണ്. ഇതെന്താണ്? സ്പെയർ കേബിളുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇത് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നമുക്കത് മാറി യൂസ് ചെയ്യാവുന്ന സ്പെയർ കേബിൾ. വേറെ എന്താണുള്ളത്? എന്താണ് സാധനം? ഭയങ്കര സെക്യൂറായിട്ട് ഒട്ടിച്ച് ചെയ്തു. ഇത് ബോളിലൊക്കെ കാറ്റടിക്കുന്നതെന്ന് തോന്നുന്നു. ബോളൊക്കെ കാറ്റടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കണക്ടറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മളത് ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ഷൻ. നമ്മൾ ടയറിൽ കണക്ട് ചെയ്യുന്ന പാട്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് PSI അഡ്ജസ്റ്റ് ചെയ്യാം, എത്ര പ്രഷർ വേണമെന്ന്. ഇത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവും. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കാറ്, ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ, ബോള്. ഇതിപ്പോൾ സൈക്കിളിൽ 45, സ്കൂട്ടർ, കാറ് ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ മാനുവലി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പ്ലസ് മൈനസ് സൈൻ ഉണ്ട്, അത് വെച്ച് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ LED ലൈറ്റിനുള്ള കത്തിക്കാനുള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ നൈറ്റിലൊക്കെ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓൺ ദ റോഡിൽ നമ്മൾ ടയർ പ്രഷറൊക്കെ കുറയുവാണെങ്കിൽ നമുക്ക്
ഇത് കണക്ട് ചെയ്യാൻ, കണക്ടറിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, ഈ ലൈറ്റ്. പിന്നെ മൾട്ടിപർപ്പസ് ആണ്. ഇപ്പോൾ ഒന്ന് ഞെക്കുവാണെങ്കിൽ ബ്രൈറ്റ് വൈറ്റ് ലൈറ്റ് ഉണ്ട്, ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലാഷിങ് ലൈറ്റ് വരും, ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ഇങ്ങനെ റെഡ് ലൈറ്റ് വരും, പിന്നെ ഓഫ്. ഇങ്ങനെ ഇത്രയും മോഡ്സാണ് ഉള്ളത്. പിന്നെ മുകളിലുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് ഇത്. ഇപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെട്ടം ഡയറക്റ്റ് ടയറിലും നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് വെട്ടം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇതൊരു USB ചാർജിങ് പോർട്ട് ഉണ്ട് ഇവിടെ, ടൈപ്പ് C ആണ്. ഓക്കെ, നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഈ ബോള് കാറ്റടിച്ച് നോക്കാൻ പോവാണ്. നമ്മളതിൻ്റെ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഇത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് കാണാൻ പറ്റുമോ, സൈക്കിൾ ബോള്. ഇതിനകത്ത് 8 PSI ആണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഓടെ. ഓ നൈസ്, 8 PSI ആയപ്പോൾ അത് തന്നെ ഓഫായി. നൈസ്, സെക്കൻഡ്സ് എടുത്തുള്ളൂ കേട്ടോ. അടിപൊളി, നൈസാണ്. ഇനി നമുക്ക് കാറിൻ്റെ ടയർ ഒക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എയർ നമുക്ക് നോക്കാം. പിന്നെ സൈക്കിൾ ടയർ, അടുത്ത് നമുക്ക് സൈക്കിൾ ടയർ ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സൈക്കിളിന് കാറ്റടിച്ച് നോക്കാൻ പോവാണ്. അപ്പം നമ്മൾ സൈക്കിളിൻ്റെ പ്രഷർ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിനകത്ത് പ്രീസെറ്റാണ്. അപ്പം 45 ആണ് കാണിക്കുന്നത്, 45 PSI. അപ്പം നമ്മളിത് കണക്ട് ചെയ്യാൻ പോകാം കേട്ടോ. നമുക്ക് മറ്റേ കണക്ടറിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്ക്രൂ നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്തു. 21 PSI. അപ്പോൾ അതിനകത്ത് സെൻസർ ഉണ്ട്, ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 21 ഉള്ളൂ. നമുക്ക് 45 up to 45 വരെ പോകാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫായി. നമുക്കിനി അടിക്കാം. ഒരു മിനിറ്റ് പോലും എടുത്തില്ലല്ലേ. നൈസ്, സോ ഫാസ്റ്റ്. അപ്പം നമുക്ക് കാറിൻ്റെ ടയറൂടെ ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്തവർക്കാണ്, നിങ്ങൾക്ക് കാറിൻ്റെ ടയർ പ്രഷർ അറിയില്ലെങ്കിൽ ഇതൊരു ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവിടെ എഴുതിയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് 35 PSI ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 35 PSI ആണ്. ഇപ്പോൾ ഇതിനകത്ത് പ്രീസെറ്റ് കാണിക്കുന്നത് എത്രയാണ്, 25 ആണ്. നമുക്ക് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 35 ആക്കാം. എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഊരി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് വേറെ കണക്ടറൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പം സൈക്കിളിന് കാറ്റടിച്ചപ്പോൾ നമുക്ക് വേറെ കണക്ടറിൻ്റെ ആവശ്യം വന്നില്ല. സെയിം വാൽവാണ് ഇത് യൂസ് ചെയ്യുന്നത്. 36 ഉണ്ട്. ഓക്കെ, ഓൾറെഡി വേണ്ടതിൽ കൂടുതൽ കാറ്റുണ്ട്. നമുക്ക് അടുത്ത ടയർ ചെക്ക് ചെയ്യാം. ഇരിക്കട്ടെ, വാ.
ഉണ്ട് കേട്ടോ. 36 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 36 ആണെന്ന് തോന്നുന്നു അടിച്ചത്. ആണ് 36. ഓ 35 to 36 so quick. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ പുതിയ പമ്പിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, വേണ്ടവർ ആമസോണിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് സാധനം. ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസ് പല സ്ഥലങ്ങളിലും വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വില പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്, നമ്മൾ വഴിയിൽ പെട്ട് കിടക്കില്ല. ഓക്കെ, താങ്ക് യു. Without giving a warning, I'ma leave without giving a